ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ആക്ച്വലി ഇത് എൻ്റെ മാലീത്തെ റൂമാണ്. ഇതിവിടെ ഇങ്ങനെ വെറുതെ കിടക്കണമായിരുന്നു. സോ നമ്മളിങ്ങനെ ഞാൻ വെറുതെ തമാശക്കച്ഛനോട് റെൻറ്റിന് നമുക്കിങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ എന്തായാലും ഈ റൂം വെറുതെ കിടക്കുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല റൂമുമാണ്. സോ നമ്മൾ ഇപ്പോഴത്തെ റൂമിൻ്റെ ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ അതിന് നമ്മൾ നീറ്റാക്കുകയാണ്. ഈ പകുതി പെയിൻ്റ് അടിച്ച് വെച്ചേക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അതെൻ്റെ ഭാഗമായിട്ട് ഞാൻ അടിച്ചതാണ് ആക്ച്വലി. ഇത് ആക്ച്വലി എനിക്ക് കുറച്ച് മുന്നേ തോന്നിയതാണ്. അപ്പം ഞാൻ പകുതിയോളം പെയിൻ്റ് അടിച്ച ആ ടൈമിൽ ലാഡർ എനിക്ക് തോന്നുന്നു വേറെ എവിടെ വരുന്നത്, അതുകൊണ്ട് എനിക്ക് ബാക്കി അടിക്കാൻ പറ്റിയില്ല. ആ ഭാഗത്തൊന്നും എത്താൻ പറ്റിയിട്ടില്ല എനിക്ക്. സോ നമ്മളിന്ന് അവിടെയൊക്കെ സെറ്റാക്കും. ഇതാക്കി കളയുന്നതിന് മുന്നേ നമുക്ക് അവിടുത്തെ പൊടി കളയണം. ഈ ബ്രഷ് ഞാനിവിടെ പെയിന്റ് അടിച്ചിട്ട് അന്ന് ധൃതിക്ക് ഞാൻ പോയപ്പോൾ വാഷ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതെങ്ങനെ തിരിച്ച് പഴയ പോലെ ആക്കണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയോ? സോ ഗൈസ്, നമ്മൾ മേളിൽ ഞാൻ അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോയി പെയിൻറ് മേടിക്കും. അവിടെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. സോ ഞാനപ്പോൾ ഇങ്ങനത്തെ കളർ തന്നെ ഒരു മതിലടിക്കാൻ വിചാരിച്ചു. സോ ഐ വാസ് ഉറപ്പിച്ചിട്ടില്ല, നമുക്ക് പോയി നോക്കാം. എനിക്ക് ആക്ച്വലി ഈ കളർ തന്നെയായിരുന്നു വേണ്ടത്. പക്ഷെ എന്താ അപ്പോഴത്തെ എൻ്റെ ബോധത്തിൽ അതെന്താ പിങ്കായെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത് പച്ച, പക്ഷെ അവിടെ എത്തിയപ്പോൾ അത് പിങ്കായി. അതാണ് എനിക്ക് ആ കടയിൽ പോകുമ്പോൾ പിങ്കിനോട് പ്രോത്സാഹനം തന്നെയായിരുന്നു. എനിവേ നമ്മൾ ഇപ്രാവശ്യം ദൃഢ നിശ്ചയത്തിൽ പച്ച മേടിക്കുന്നത്. ദിസ് ദ കളർ. സോ നമ്മൾ പോയി പെയിൻറ് മേടിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ അച്ഛനോട് ഒരു പൂജ ചോദിച്ചാൽ എനിക്ക് പൂക്കല്ലേ വാ നിങ്ങൾക്ക് പെയിൻറ്. നമ്മൾ ഡോറിനടിക്കാനുള്ള പെയിൻറ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം മേടിച്ച ഒരു ഡാർക്ക് കളറാണ്. ഡോറും സാധാരണ വൈറ്റാണ് ഉള്ളത്. അടിയിലുള്ളൊരു എനിക്ക് തോന്നുന്നത് ഒരു പീച്ചല്ല പിങ്ക് ഷെയ്ഡ് എന്തോ ആണ്. അപ്പം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് എന്താണ് റെഡ് റോസോ അങ്ങനത്തെ എന്തോ ഒരു കളറാണ്. ബ്ലാക്ക് റോസാണോ ഗൈസ് നമ്മുടെ കളറ്. നമ്മൾ ഡോറിനടിക്കാൻ പോണത് ഈ കളറാണ്. കണ്ട ബ്ലാക്കായിട്ട് തോന്നും, പക്ഷേ ഞാൻ എടുത്തേക്കണത് മാറ്റ് ഫിനിഷ് ഉള്ള പോലത്തെ കളറാണ്. സോ നല്ല ഭംഗിയായിരിക്കുമെന്ന് വിശ്വാസം. എൻ്റെ വിശ്വാസത്തെ അച്ഛന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. സോ നമ്മൾ ആ പെയിൻറ് മേടിച്ചു. അതിന് അത് വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റൂല. അതുകാരണം കൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത്. പേരൊന്നും നമുക്കറിയണ്ടായിരുന്നില്ല. ഇതാണ് ഗൈസ്, സഫാരിയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന കളർ. ഗ്രീൻ വേണമെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ എടുത്തത്. ഇത് ചെറിയ ബ്രഷസ് ഫോർ ഡോർ ആൻഡ് വലിയ ബ്രഷസ് ഫോർ റൂം. ഗൈസ്, ഇതെൻ്റെ രണ്ടാമത്തെ ബ്രഷാണ് ഞാൻ ഈ ചീത്താക്കണം. അച്ഛൻ എനിക്ക് ബ്രഷ് മേടിച്ചിട്ടില്ലെന്ന് നോക്കണം, മര്യാദക്ക് വെച്ചില്ലെങ്കിൽ. സോ നമുക്കിത് മര്യാദക്ക് വെക്കാൻ എനിക്ക് ശ്രമിക്കാവുന്നതാണ്. നമുക്കപ്പോൾ പണി തുടങ്ങാം. നമ്മൾ ഈ മതിലാണ് പച്ചടിക്കാൻ പോകുന്നത്. പിന്നെ ആസ് യു ക്യാൻ സീ ആ മതിലുള്ള പകുതി ഭാഗം ഞാൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. നമ്മളവിടെ ബാക്കി ഇവിടെ ഒരു വൈറ്റ് പെയിൻറ്റും കൂടി ഇരിപ്പുണ്ട്. അപ്പം അതടിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈർപ്പം അവിടെ നമ്മൾ ഡാർക്ക് കളർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒന്നും കൂടെ കളറ് ശോകമാവും. സോ വിൽ സീ. എനിവേസ്, ഞാൻ മുകളിലത്തെ പൊടിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിടാനില്ല. ഭയങ്കര ചൂട്. നമുക്ക് ഇനി പെയിൻറ് അടിക്കാനായി തുടങ്ങി. ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ ചായ പോലും കുടിക്കേണ്ടി കൂടി വന്നു. അങ്ങനെ നമുക്ക് പെയിൻറ്റ്സ് അടിക്കാം. ഇതാണ് നമ്മുടെ കാന്തിയുടെ ഫേവറേറ്റ് പാവ. ഞാൻ ഇതിനൊന്ന് അലക്കി വെച്ചേ. ഇരിക്കണമൊക്കെ ചെവി കാണാനൊക്കെ ഇനി എനിക്ക് വരുമോ? ഞാൻ എടുത്തോട്ടെ. പാവേന നമ്മൾ വിട്ടുകൊടുക്കുന്നതായിരിക്കൂല. നമുക്കൊപ്പം നമ്മുടെ പെയിന്റിങ്ങിലേക്ക് കിടക്കാം. പാത്രം സെറ്റാണ്, പെയിന്റ് സെറ്റാണ്.
ബ്രഷ് സെറ്റാണ്, മധുരം സെറ്റാണ്, എല്ലാം വേണം, എല്ലാം വേണം, എല്ലാം വേണം, എല്ലാം വേണം. എന്തോ എന്ത് നല്ല കൊച്ച്, എന്നെ നല്ല കൊച്ചത്. സോ ഗൈസ്, ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. അതായത് നമ്മൾ ഈ ഭാഗം തീർത്ത്. സോ ആ മതിൽ ഞാൻ കഴിഞ്ഞ വട്ടം അടിച്ചപ്പോൾ പകുതി വരെ അടിച്ച് മുകളിലേക്കപ്പം ഞാൻ പറഞ്ഞതിന് ആയിട്ടില്ലാത്തതുകൊണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിന്ന് ഫിഗർ ഔട്ട് ചെയ്യും അതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഈ ഉള്ളിലത്തെ ഭാഗം ഞാൻ വിചാരിച്ച് ഗ്രീൻ അടിക്കാം, അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. സോ ഗൈസ്, അപ്പം ഞാൻ ഇവിടെയും അവിടെയും കഴിഞ്ഞു. ഇനി ഈ പകുതി അടിച്ച് വെച്ചേക്കണ മതിൽ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ച് ലാസ്റ്റ് ഞാൻ വിചാരിച്ചിങ്ങനെ റാറാ പോലെ അതും. പക്ഷേ ലൈക്ക് ഫുള്ള് മതിലടിക്കാൻ പറ്റില്ല, പകുതി മതിൽ ഒരു ഇപ്പം ഒരു ലെവലില്ലാത്ത പോലെയല്ല, അതൊരു ലെവലാക്കണ പോലെ റാറാ പോലെ ചെയ്യും. ബാക്കി മുകളിലേക്ക് വെള്ളം അടിക്കാൻ എനിക്ക് അറിയില്ല. റൂമിലെന്ത് കോളേത് ഞാൻ പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ കളർ ഉള്ളത്. ഇത് ഇനി ആ കളർ കിട്ടാൻ ചാൻസ് ഇല്ല. സോ ഒന്നെങ്കിൽ ഇനിയിപ്പോൾ വേറെ പെയിൻറ്റ് മേടിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും അടിച്ച് സെറ്റാക്കണം. നമുക്ക് നോക്കാൻ പറ്റുമെന്ന്. ഇത് വേറെ സീന് എവിടെ പെയിൻറ്റ് ഇത് ഇത്ര ഉള്ളൂ. ഇപ്പം കളറും മാറിപ്പോയി, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മളപ്പോൾ അവിടെയും ഇവിടെയും നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ മുകളിലേക്ക് അടിക്കാനുള്ളത് ഞാൻ ചെയ്ത് നോക്കി, ശരിയായില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു അവിടെ പിന്നെ ആ കളറിൽ തന്നെ പെയിന്റ് മേടിച്ചിട്ട് നീ ഫുള്ള് അടിക്കാന്നുള്ള ഇതായി. എനിവേ അപ്പം അച്ഛമ്മനും അപ്പം ഞാൻ ഡോറൊക്കെ പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് കഴിഞ്ഞല്ലോ. സോ കാന്തി കുരക്കുന്നുണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത കാരണം എടേ പുതിയ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. മാറ്റി വന്നു. മാറ്റി നമ്മുടെ ഇവിടെ 2 ദിവസമായിട്ട് സ്ലീപ്പ് ഓവറിൽ വന്നതാണ് ആള്. ആളിപ്പോൾ ഇങ്ങോട്ട് ആദ്യമായിട്ട് കാരണം ഫുള്ള് മണത്ത് നടക്കണതാണ്. കാന്തിയുടെ മണം ഉണ്ടല്ലോ. കാന്തിക്ക് പിന്നെ തീരെ അസുഖമില്ലാത്തതുകൊണ്ടാണ് കുഴപ്പമില്ല. കുട്ടി എൻ്റെ കുട്ടി തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇതിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നിങ്ങൾ വെള്ളം പോലെ. ഇതിലേക്ക് ഇത് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. കുറച്ചെന്ന് പറയുന്നത് നമുക്ക് പേടിച്ച് മൂട്ടിലകത്ത് വയ്ക്കാം. ഭയങ്കര കുറച്ച് ഒഴിക്കുന്നതാണ് എന്നോട് പറഞ്ഞത്.
ഇങ്ങനെ പെയിന്റ് അടിച്ചത്. നിങ്ങളിപ്പോൾ ഇത് കണ്ട് ജഡ്ജ് ചെയ്യരുത്. ആക്ച്വലി ഇത് രണ്ടാമത്തെ കൊട്ടം കൂടെ അടിച്ചാൽ വൃത്തിയുള്ളതാണ് കേട്ടത്. ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചു, ഞാൻ ചേച്ചിനെ കാണിച്ചു കൊടുത്തു ഇത് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇനി എൻ്റെ മോള് ഡോർ അടിക്കേണ്ടെന്നാണ് എൻ്റെ ചേച്ചിയുടെ അഭിപ്രായം. സോ നമ്മൾ അതിനോട് യോജിക്കുന്നു. ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട നിൻ്റെ റൂമെല്ലാം ഡോറിനടിച്ചോ, ഇനി വേറെ എവിടുത്തെ ഡോറിൽ അടിക്കണമെന്നാണ്. നമ്മളത് കേൾക്കുന്നതായിരിക്കും. ഇത് വെച്ച് രണ്ടാമത്തെ ഒരു കോട്ടും കൂടെ വെച്ചാൽ സെറ്റാവും. ഞാൻ മറ്റേ ക്ലേ മേടിച്ചിട്ടുണ്ട്. ക്ലേ എല്ലാവരും ഇപ്പോൾ പിൻട്രസ്റ്റിലൊക്കെ കുറേ കണ്ട് എനിക്ക് അതേപോലെ ചെയ്യണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ വാസ് തിങ്കിങ്, പക്ഷെ ഞാൻ അതിന് വേണ്ടി ഒന്നും ചെയ്തില്ലായിരുന്നു. സോ ഗെസ് വാട്ട്, ഷെബിനോയ് സ്പോൺസർഡ് ദ ക്ലേ. ഷെബിനോ ഇപ്പോൾ ക്ലേ നമുക്ക് 2 മേടിച്ച് തന്നിട്ടുണ്ട്. ഇതപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ആ മിറർ എടുത്തിട്ട് മിററിന് ചുറ്റും ഇങ്ങനെ ഒരു എന്താ പറയുക വേവ് പോലത്തെ പാറ്റേണിൽ ആക്കണം. അവിടെ ഇവിടെ ഹായ് ഹലോ ഗൈസ്. നമുക്ക് ഇനി പോയിട്ട് മിറർ എടുത്തിട്ട് തന്നെ എന്നിട്ട് ഇതിൻ്റെ സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. സോ ഇതാണ് ഞാൻ പറഞ്ഞ മിറർ. അപ്പം നമ്മൾ ഇതിൻ്റെ നമുക്ക് മിറർ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾക്ക് ബാക്കി പണികളിലേക്ക് കിടക്കാം. നമ്മൾ ഇവിടെ മേടിച്ചേക്കുന്ന ഇതിൻ്റെ ക്ലേ ആണ്. ഇത് മൊത്തം ഒരു പാക്കറ്റിൽ 10 പീസാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ക്ലേ ഉണ്ട്. ടോട്ടലി 20 ഒരു ഇത് 10 പോലെ. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഭയങ്കര നോർമലായിട്ടുള്ളൊരു എന്താ പറയുക പാറ്റേൺ ആണ് ഉദ്ദേശിച്ചത്. ഞാൻ ഇങ്ങനെ വെറും സിമ്പിളായിട്ടുള്ളൊരു കർവ് വന്ന പോലത്തെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ മിററിൻ്റെ അച്ചമൊക്കെ ഇങ്ങനെ കൂർത്തിരിക്കണമല്ലോ. അപ്പം നമ്മളിതിങ്ങനെ പൊട്ടിക്കുമ്പോൾ അത് കുറച്ചും കൂടെ സേഫായിട്ടായിരിക്കും അതുമാണ്. സോ നമ്മളത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗൈസ്, നിങ്ങൾ വിചാരിക്കണം അത് ഇത് ഇച്ചിരി പേരായിട്ട് പരിപാടിയാണ്. ഇത് എന്താ പറയുക, ഈ മാവ് കുഴക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി. ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ മാറ്റി? അതെ, ഇത് കുറേ നേരം ഇട്ട് കുഴച്ച് എനിക്ക് ഇപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു എന്താ പറയുക ഒരു നാക്ക് വന്നത്. ഇത് ഇപ്പം കട്ട് ചെയ്യാനിപ്പം കുറച്ച് മുന്നേ ആക്കിയത് തന്നെ ഉള്ളൂ. ഇതിപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വേഗം ആവുന്നുണ്ട്. നമ്മളപ്പം വേഗം കുറച്ചൊക്കെ ചെയ്യാം. ഓക്കെ, ആദ്യമേ എല്ലാം കൂടെ കുഴച്ച് വെച്ചിട്ട് അവസാനം കുഴക്കണത് ഇച്ചിരി ടാസ്ക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ എല്ലാം കൂടെ കുഴക്കരുത്, കുറച്ചെടുത്ത് കുഴക്കുക. നിങ്ങളത് സോഫ്റ്റ് ആക്കണം. അതാണ് ടാസ്ക്. പിന്നെ കട്ടിയുള്ള സാധനം പൗഡർ ഇടുക. ഓക്കെ, കയ്യിൽ പൗഡർ ഇട്ടിട്ട് ചെയ്യുക. കയ്യിൽ നേരത്തെ നമ്മൾ ചപ്പാത്തിയൊക്കെ കുറച്ചുമ്പോൾ പൊടി ഇടുമല്ലോ കയ്യിലൊക്കെ കാണിക്കാൻ നിലത്തൊക്കെ. അതേപോലെ തന്നെ കയ്യിൽ കുറച്ച് പൗഡർ ഇടയില്ലെങ്കിൽ ഭയങ്കര ഒട്ടിപ്പിടിക്കലായിരിക്കും. പിന്നീട് പറ്റില്ലല്ലോ ഇതുകൊണ്ട് പൗഡർ ഇട്ട് അത് മൈൻഡാക്കണം. ഇപ്പം ഞാൻ പൊളിച്ചതൊക്കെ പറന്നു പോയതാണ്. അതെൻ്റെ സൺസെറ്റിലായിരുന്നാണ് കേസ്. കണ്ടോ, അപ്പം നിങ്ങൾക്കിത് കാണാമല്ലോ 2 മിനിറ്റ്. ഇത് കാണാണ്ടാവും. You're really good at saying what you mean. Suppress my feelings 'cause I know what's best for me. Feel short of confidence